ലോകത്ത് എവിടെ പോയാലും നമ്മൾ മലയാളിയാണെന്ന് പറഞ്ഞ് ആശ്വാസം കിട്ടുന്ന ചില സ്ഥലങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഡൽഹിയിൽ വന്നാൽ അങ്ങനെ ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത് വേറൊന്നുമല്ല, ആനീസ് കിച്ചൺ. വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും കിട്ടുമെങ്കിലും നോൺ വെജിറ്റേറിയൻസിനാണ് ഇവിടെ ചാകര. പ്രത്യേകിച്ച് ബീഫ് കഴിക്കുന്നവർക്ക് കേട്ടോ, ബീഫ് ലവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ 3 പേരാണ് വന്നത്. ആദ്യം ബീഫ് കൊണ്ടുള്ള നമ്മുടെ കൊത്തു പൊറോട്ട അതാണ് ഓർഡർ ചെയ്തത്. കിടിലമായിരുന്നു കേട്ടോ. ഇത് ബീഫ് കൊണ്ടാട്ട. വെജിറ്റേറിയൻസിന് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗ്രീൻ പീസ് മസാല നല്ല തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത സംഭവമാണ്. പൊതിച്ചോറും ചട്ടിച്ചോറും സാധാരണ നമ്മുടെ ചോറും എല്ലാം കിട്ടുമെങ്കിലും ഉച്ചയ്ക്ക് അത് അവൈലബിൾ ഉള്ളൂ. രാത്രിയിലാണ് ഞങ്ങൾ വന്നത് കൊണ്ട് ചോറ് ഐറ്റംസിൽ ബിരിയാണി ആയിരുന്നു ഉള്ളത്. അപ്പോൾ അതേ കിഴി ബിരിയാണിയാണ് ഈ ഇരിക്കുന്നത്. വാഴയില വിട്ടൊരു കളിയില്ലാത്തത് കൊണ്ട് വാഴയിലയിൽ ദം ചെയ്ത ചിക്കൻ കിഴി ബിരിയാണി. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. കൂടെ ഒരു ബൗളിൽ സാലഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ റൈത്ത. അപ്പോൾ തുറന്ന് ആ മണം ഉണ്ടല്ലോ. ശരിക്കും നോർത്ത് ഇന്ത്യയിലെ ബിരിയാണി കംപ്ലീറ്റ്ലി വ്യത്യാസമാണ് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച്. ഇവിടെ പക്ഷേ നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റിൽ ബിരിയാണി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിയും കിടിലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ കള്ളം പറയാല്ല. നല്ല സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇങ്ങനെ മൊരിച്ചിട്ട് ആ മണം തന്നെ നമുക്ക് വാഴയിലയുടെ കൂടെ ആയതുകൊണ്ടായിരിക്കണം, എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആനീസ് കേരള കിച്ചൺ കണ്ടോ, ഇതാണ് നമ്മുടെ കടയുടെ പേര്. ഇവർക്ക് 3 ഔട്ട്ലെറ്റ് ഉണ്ടെന്നാണ് അവിടെ അവരുടെ മെനുവിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മയൂർ വിഹാറിലുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ഇത്. ഇതിന്റെ അഡ്രസ്സ് ഞാൻ ഇതിലേക്ക് പറഞ്ഞേക്കാട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ വെച്ചു. അപ്പോൾ കാറിലൊക്കെ വരുവാണെങ്കിൽ, കാറിൽ വരുന്നവരാണെങ്കിൽ ദൂരെ പാർക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഞങ്ങൾ കാർ കുറച്ചധികം പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. നടന്നു വരണം, കാരണം കുഞ്ഞു കുഞ്ഞു റോഡാണ്. ഇതുപോലെ ഇങ്ങനെ കടകൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല തിരക്കാണ്. ഡൽഹിയുടെ കാര്യം പറയണ്ടല്ലോ, തിരക്കിന്റെ കാര്യം മുന്നിലാണ്. പോകുന്ന വഴി 4 കിലോ മാങ്ങയും ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇപ്പം മാംഗോ സീസൺ ആണല്ലോ. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ കണ്ടോ. ആളുകളൊക്കെ തിരക്കാണ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.